بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അള്ളാഹു സ്വർഗമാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. ശിഷ്ട ആയുസ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും നാം സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളുടെയും ഇനിയുള്ള കാലത്തെ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സലായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഒരു സായാഹ്നവും കൂടി നമ്മോട് യാത്ര പറഞ്ഞാൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വയസ്സിൽ ഒരു റബീഉ നമുക്ക് കിട്ടുക എന്നത് നാം ഒരു ഭാഗ്യമായി കാണണം. കാരണം നമ്മുടെ പരലോക വിജയം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് വെച്ചിട്ടുള്ളത്. അതിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിശ്രേഷ്ഠരായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇല്ലാതെ ഒരാൾക്കും സ്വർഗമില്ല. കാരണം എന്താ? തൗഹീദിന്റെ ഏറ്റവും വലിയ മാനദണ്ഡം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അള്ളാഹുവിലേക്ക് എത്താൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണം, അല്ലാതെ ഒരാൾക്കും കഴിയില്ല. അങ്ങനെയെങ്കിൽ അവിടുത്തെ പാവന സ്മരണകളുടെയും പ്രവാചക സ്നേഹത്തിന്റെ പ്രഫുല്ലമായ ഓരോ ചരിത്രങ്ങളുടെയും പുതിയ ചിന്തകൾ ഉണർത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ ഒരു വിചാരത്തിലും വികാരത്തിലും കഴിയുന്ന ഒരു പുതിയ സന്ദർഭമായി ഓരോ വർഷത്തെയും റബീഉൽ അവ്വലിനെ നാം കാണേണ്ടിയിരിക്കുന്നു. റബീഉ സന്തോഷമാണ്. റബീഉ വസന്തം എന്ന് അർത്ഥമാക്കപ്പെടുന്ന പോലെ തന്നെ മനസ്സിന്റെ വസന്തമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ നമ്മൾ സംസാരിക്കുന്നത്, ഈ വർഷം നമ്മളിലേക്ക് റബീഉൽ അവ്വൽ വന്നാൽ നാം ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാവേണ്ട അതിപ്രധാനമായ 6 കാര്യങ്ങളെ കുറിച്ചാണ്. ഒരു മനുഷ്യന് സ്വർഗം കിട്ടാൻ ഈ 6 കാര്യങ്ങൾ മതി. കാരണം ഈ 6 കാര്യങ്ങൾ എന്താണോ ഉദ്ഘോഷിക്കപ്പെടുന്നത് അത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഹിദായത്തിന്റെയും നരകത്തിൽ നിന്നുള്ള അകലത്തിന്റെയും വഴി എന്നുള്ളത്. ഈ 6 കാര്യങ്ങൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരാള് ഇനി ഒരു പ്രവാചക സ്നേഹിയാവാൻ, ഒരാൾ ഇനി നന്നാവാൻ, ഇന്ന് മുതൽക്ക് നന്നാവാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും ഈ 6 കാര്യങ്ങൾ അവന് ഉപയോഗപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിലവിൽ ജീവിതത്തിൽ ഒരു നിലവാരവും സത്യസന്ധതയും ദീനും ഒക്കെ ഉള്ളതിന്റെ കൂടെ ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഈ 6 കാര്യങ്ങൾ കൂടുതൽ ഉത്തേജനം നൽകും എന്നത് തീർച്ചയാണ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ആ 6 കാര്യങ്ങളിലേക്കുള്ള ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടന്നു വരാം. സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. റബീഇന്റെ വരവിൽ നമ്മൾ സന്തോഷിക്കണം. 1. രണ്ടാമത്തേത്, വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ കൂടെ വേണം. 3-ാമത്തെ കാര്യം, സ്വലാത്തിന്റെ അമൃത് നാം ആസ്വദിക്കണം. 4-ാമത്തെ കാര്യം, എന്തൊക്കെ സുന്നത്തുകൾ ഉണ്ട് എന്ന് നാം തേടി കണ്ടുപിടിച്ച് അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരണം. 5-ാമത്തെ കാര്യം, പരിശുദ്ധ മൗലിദിന്റെ മാസമാണ്. മൗലിദ് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മദ്ഹ് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ അത് കരസ്ഥമാക്കാൻ ശ്രമിക്കണം. 6-ാമത്തെ കാര്യം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തി അവിടുത്തെ ശഫാഅത്ത് നേടണം എന്നുള്ളതാണ്. ഈ 6 കാര്യങ്ങൾ ഇതൊന്നൊരൽപ്പം വിശദീകരിക്കാം, നമ്മുടെ ജീവിതത്തോട് ചേർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1-ാമത്തെ കാര്യം, റബീഇന്റെ വരവിൽ നമുക്ക് സന്തോഷം ഉണ്ടാവണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക എന്നത്. റബീഉ വരുമ്പോ ഇപ്പൊ എന്താ ഉസ്താദ് കൂടുതൽ സന്തോഷിക്കാനുള്ളത്? റബീഉ വരുമ്പോ സന്തോഷിക്കണം. കാരണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം ഉണ്ടായിട്ടുള്ള മാസം എന്ന് പറയപ്പെടുന്ന ഒരു മാസമാണ് റബീഉൽ അവ്വൽ. ചില ഉദ്ധരണികളില്, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചില ന്യൂനപക്ഷ അഭിപ്രായത്തിലൊക്കെ റബീഉൽ അവ്വൽ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാവന സ്മരണയെ ഉണർത്തുന്ന ഒരു പ്രത്യേക കാലയളവ് കൂടിയാണ് റബീഉൽ അവ്വൽ.
പ്രബലമായ അഭിപ്രായമനുസരിച്ച് ചരിത്രത്തിന്റെ അധിക ഉദ്ധരണികളും റബീഉൽ അവ്വൽ 12 മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. ഏതായാലും റബീഇന്റെ വരവിൽ ഒരു മൂമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അത് നമ്മുടെ നാളത്തെ വിജയത്തിനുള്ളൊരു ലക്ഷണമായി, അടയാളമായി നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്വർഗാവകാശിയാണെങ്കിൽ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളാണെങ്കിൽ റബീഉൽ അവ്വലിൽ ഒരു സന്തോഷം ഉണ്ടാവും. അള്ളാഹുവെ നാളെ മുതൽ മൗലിദ് മാസമാണല്ലോ എന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ആഘോഷം. ഇപ്പോ ഇനി കുറച്ചു കഴിഞ്ഞാൽ തുടങ്ങും നബിദിന ആഘോഷത്തെ എതിർത്തും അനുകൂലിച്ചുമുള്ള വർത്താനങ്ങൾ. നബിദിന ആഘോഷം, ആഘോഷം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനസ്സിലാക്കാതെ പോവാണ്. ആഘോഷം എന്ന വാക്കിന് അർത്ഥം സന്തോഷ പ്രകടനം എന്നാണ്. സന്തോഷ പ്രകടനം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ നടത്തപ്പെടേണ്ട ഒരു ആവശ്യകത നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതല്ലേ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മനുഷ്യന്റെ സന്തോഷമാണ്. ആ സന്തോഷത്തെ പ്രകടിപ്പിക്കാം എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മദീനയിലെത്തിയപ്പോ അവിടെ ജൂത സഹോദരന്മാർ നോമ്പെടുത്തിട്ടുണ്ട്. നോമ്പെടുത്തിരിക്കുന്ന ജൂത സഹോദരന്മാരോട് എന്തുകൊണ്ട് നിങ്ങൾ നോമ്പെടുത്തു എന്ന് ചോദിച്ചപ്പോ മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഫറോവയിൽ നിന്നും രക്ഷപ്പെടുത്തി, ഇസ്രായേലി സമൂഹത്തെ രക്ഷപ്പെടുത്തി. അവരോടുള്ള ആദരസൂചകമായി, അവരെ രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന്റെ പ്രതീകാത്മകമായി ഞങ്ങൾ മുഹറം 10 നോമ്പെടുക്കാണെന്ന് പറഞ്ഞപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് സ്വഹീഹ് മുസ്ലിമിലുണ്ട്, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസുമന്ന താസിഅ. അടുത്ത വർഷം ജീവിച്ചിരുന്നാൽ മുസനബിയോടും മുസനബിയുടെ സമൂഹത്തോടും ആ മുഅ്മിനീങ്ങളോടും നിങ്ങളെക്കാൾ ബന്ധം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് മുഹറം 10 മാത്രമല്ല ആ സന്തോഷ പ്രകടനം ഞങ്ങൾ നടത്താം. മുഹറം 9 ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നോമ്പെടുത്തുകൊണ്ട് ആ സന്തോഷ പ്രകടനത്തിൽ ഭാഗവാക്കാകുമെന്ന് പഠിപ്പിക്കുകയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആഘോഷങ്ങളെ അല്ലെങ്കിൽ സന്തോഷ പ്രകടനങ്ങളെ നോമ്പ് എന്ന് പറയുന്ന അമലിലൂടെ ചെയ്യാം എന്ന ഒരു കാര്യം ഇവിടെ ബോധ്യമായി. അപ്പോൾ ഒരു സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്. റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ജനനവും വഫാത്തും ഒരേ ദിവസം തന്നെയാണല്ലോ. തിങ്കളാഴ്ചയാണ് വഫാത്ത് എന്ന് പറയുന്ന ചില റിവായത്തുകളുണ്ട്, തിങ്കളാഴ്ചയാണ് ജനനം എന്ന് പറയുന്ന റിവായത്തുകളുണ്ട്. ഏതായാലും ജനനവും വഫാത്തും ഒരു ദിവസം തന്നെ ആവുമ്പോ നമുക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കാരണം അന്ന് നമുക്ക് ദുഃഖിക്കാനാണ് ഇഷ്ടമെങ്കിൽ ദുഃഖിക്കാം, കാരണം അതും സ്നേഹമാണ്. പക്ഷെ ദുഃഖം എന്നുള്ള ദുഃഖ ആചരണം എന്നുള്ളത് ഒരു വഫാത്തിനോട്, ഒരു മരണത്തോട് ബന്ധപ്പെടുത്തി വരുമ്പോ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഒരു കൃത്യമായ നിയമമുണ്ട്. ഒരാളുടെ മരണാനന്തരമുള്ള തഅസിയത്ത് 3 ദിവസമാണ്. തഅസിയത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങ എന്നുള്ളത് 3 ദിവസത്തിനപ്പുറം മതം നിരോധിച്ച കാര്യമാണ്. അപ്പോൾ വഫാത്തിന്റെ പേരിൽ ദുഃഖിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മയെ, സ്നേഹത്തെ റബീഉൽ അവ്വലിൽ ഒരാൾ ദുഃഖിക്കാൻ തീരുമാനിച്ചിറങ്ങിയ അത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു നിയമവശം അതിന്റെ കൂടെയുണ്ട്. അപ്പൊ പിന്നെന്താണ്? ആ ദിവസത്തിൽ ജനനമുണ്ടായിട്ടുണ്ടല്ലോ, സന്തോഷിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇനി കണ്ടോളൂ, ഒരു ഹദീസ് ഞാൻ പറയാം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണുന്ന ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. മഹാനവറുകൾ പറയാണ്, ഒരിക്കൽ ഒരു സ്വഹാബി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അൻ സൗമി യൗമിൽ ഇത്നൈൻ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിങ്കളാഴ്ചയിൽ നോമ്പ് സുന്നത്താണെന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയും അങ്ങ് അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വഹാബികളിൽ മിക്കവാറും പലർക്കും തിങ്കളാഴ്ച നോമ്പുണ്ട്. മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു വാർദ്ധക്യത്തിന്റെ ഏറ്റവും കെടുതി നിറഞ്ഞ അവസ്ഥയിൽ പോലും ആ മഹാനവറുകൾ കൈകളും കാലുകളും വിറയ്ക്കുന്ന വാർദ്ധക്യ സഹജമായ ആരോഗ്യ പ്രശ്നമുള്ളപ്പോഴും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് കളയില്ലായിരുന്നു എന്ന ഇമാം തൊബ്രാനിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അത്രത്തോളം മഹാന്മാരായ സ്വഹാബത്ത് തിങ്കളാഴ്ച നോമ്പിനെ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിങ്കളാഴ്ച നോമ്പിന്റെ പ്രത്യേകത എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹി ഉലിത്തു വഫീഹി ഉൻസില അലയ്യ, ഞാൻ ജനിച്ചതും എന്നിൽ വഹയി വന്നതും തിങ്കളാഴ്ചയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്രായേലി സമൂഹത്തിൽ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായി നോമ്പെടുത്തതിനെ ഉൾക്കൊണ്ടിട്ട് ഞാനും ആ നോമ്പിനെ അടുത്ത വർഷം എടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. സന്തോഷ പ്രകടനത്തെ നോമ്പ് എന്ന് പറയുന്ന അമലിലൂടെ പ്രകടിപ്പിച്ചു.
ഇവിടെ പറയുന്നു തിങ്കളാഴ്ച ദിവസം ഞാൻ ജനിച്ച ദിവസമാണ്. തിങ്കളാഴ്ചയിലെ നോമ്പിന്റെ രഹസ്യം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ സന്തോഷം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അത്രത്തോളം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാസമായ റബീഉ വരുമ്പോ ഒരാൾക്ക് സന്തോഷമുണ്ടാവാ എന്നത് ഒരു ശുഭലക്ഷണമായി നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ, ഞാൻ മറ്റൊരു സംഭവം ഉദ്ധരിക്കാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്, വളരെ പ്രശസ്തമായ സംഭവമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന നേരത്ത് അവിടുത്തെ കുടുംബത്തിലെ പ്രധാന കാരണവരും മുത്താപ്പയുമായ അബൂലഹബിനെ എല്ലാവർക്കും അറിയാം. അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ടും അബൂലഹബിനെ അബൂലഹബിനെ നിരാകരിച്ചുകൊണ്ടും ഒക്കെ ഖുർആനിൽ ആയത്തുണ്ട്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിനെതിരെ പരിശുദ്ധമായ ഖുർആന്റെ രൂക്ഷ വിമർശനം വന്നിരിക്കുന്ന ആയത്തുകളാണിത്. അബൂലഹബിന്റെ 2 കരങ്ങൾ നശിച്ചു പോകട്ടെ എന്നായി പറഞ്ഞു. ഈ അബൂലഹബ് ആ ഒരു അവസ്ഥയിൽ, അതായത് നരകാവകാശിയാണെന്ന് ഉറപ്പുള്ള അബൂലഹബ്, അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു നബി സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ നബി ജനിച്ച ദിവസത്തിൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷത്തിന്റെ ഒരു വലിയ ഉദാഹരണം, ഒരു വലിയ സംഭവം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അബൂലഹബിന്റെ അടിമ പെണ്ണായിരുന്ന സുവൈബ റളിയല്ലാഹു അൻഹ, സുവൈബ എന്ന അടിമപ്പെണ്ണ്, അബൂലഹബിന്റെ ഭൃത്യയാണ്, അടിമപ്പെണ്ണാണ്. അബൂലഹബ് ഈ പെണ്ണിനെ ഇഴ്ത്തക്ക് ചെയ്തു, അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചു. അവൾ എന്ത് ചെയ്തു? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന്റെ വാർത്ത വന്ന് പറഞ്ഞവളാണ്. ആ വാർത്ത കേട്ടപ്പോ അബൂലഹബിന് ഒരു സന്തോഷം തോന്നി. അതിന്റെ പേരിൽ ഇവളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. പിൽക്കാലത്ത് ആ പെണ്ണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാല് കൊടുത്ത ഉമ്മമാരുടെ കൂട്ടത്തിൽ പെട്ട പെണ്ണാണ് സുവൈബ റളിയല്ലാഹു അൻഹ. അബൂലഹബ് ഇവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നു വീണ സന്തോഷം പറഞ്ഞു അബൂലഹബിനോട്. അബൂലഹബിന് ആ സന്തോഷത്തിന്റെ ഭാഗമായി ഈ പെണ്ണിനെ, ഇവളാണല്ലോ ആ വാർത്ത അബൂലഹബിനെ അറിയിച്ചത്, എല്ലാവരും കാത്തിരുന്ന പിറവി, അതാ തറവാട്ടിൽ തന്നെ ഉണ്ടായതിന്റെ പേരില് അത് വിവരം വന്ന് പറഞ്ഞ പെണ്ണിനെ പോലും അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച സന്തോഷം പ്രകടിപ്പിച്ച അബൂലഹബ്, ഇസ്ലാം വിശ്വസിക്കാതെ മരിച്ചുപോയ അബൂലഹബ് പിന്നീട് സ്വപ്നത്തിൽ അയാളെ കാണിക്കപ്പെടുക. ഇത് സുഹൈൽ ബുഖാരിയുടെ ഹദീസാണ്. ഫലമ്മാ മാത അബൂലഹബിൻ ഉരിയഹു ബഅദു അഹ്ലിഹി ബിശ്ശർരി ഹിബത്ത്. സ്വപ്നത്തിൽ കാണുന്നത് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് സ്വപ്നം കാണുന്നത്. അബൂലഹബിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖാലലഹു മാദാ ലഖീത, അല്ല ഞങ്ങളിൽ നിന്നൊക്കെ നീ മരിച്ചുപോയിട്ട് അബൂലഹബെ അവിടെ ചെന്നിട്ട് നിനക്ക് എന്തവസ്ഥ ഉള്ളതെന്ന് ചോദിക്കുമ്പോ അബൂലഹബ് പറയുന്നുണ്ട്, ഫി ശർരി ഹാലിൻ അലാ ഇല്ലാ അന്നൽ അദാബ യുഖഫഫു അന്നി കുല്ല യൗമി ഇത്നൈനി. അബൂലഹബ് പറയാ, എനിക്ക് നരകത്തിന്റെ ശിക്ഷയും അദാബൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും എന്നെ സംബന്ധിച്ച് തിങ്കളാഴ്ച ഞാൻ വലിയ ഹാപ്പിയാണ്. എനിക്ക് ശിക്ഷയിൽ ഇളവുണ്ട്, നരകത്തിന്റെ ശിക്ഷയിൽ ഇളവുണ്ട്. കാരണം എനിക്ക് അന്നത്തെ ദിവസം ഈ സുവൈബ എന്ന് പറയുന്ന അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ചില്ലേ, സുവൈബ എന്ന അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ചു തിങ്കളാഴ്ച ദിവസം. അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനന വാർത്ത അറിഞ്ഞതിന്റെ പേരിലായിരുന്നുവെന്നും അതിന്റെ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമായാണ് അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചതെന്നും അത് കാരണമായി എല്ലാ തിങ്കളാഴ്ചയിലും അബൂലഹബിന് നരക ശിക്ഷയിൽ ഇളവ് ഉണ്ട് എന്നും ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വിശ്വാസിയല്ലാത്ത ആള് നുബുവത്തിന് മുമ്പുള്ള സമയത്ത് പോലും ആ പിറവിയോട് സന്തോഷം കാണിച്ചതിന് അള്ളാഹു പരിഗണന കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഒരു മുസ്ലിമായ ആള് ആ നുബുവത്തിന് ശേഷം അവിടുത്തെ അംഗീകരിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ പിറവിയിലും ആ പിറവിയെ ഓർക്കുന്നോടത്തും ഒരു സന്തോഷ പ്രകടനം കാണിച്ചാൽ ഉറപ്പായിട്ടും അല്ലാഹു തആല അത് പരിഗണിക്കുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ നോക്കൂ, സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്ത് എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അവന്റെ റഹ്മത്ത് കൊണ്ടും ഫബിദാലിക ഫൽഫറഹു, അവര് സന്തോഷിക്കട്ടെ, മോമിനീങ്ങൾ സന്തോഷിക്കട്ടെ. അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പരിശുദ്ധമായ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിൽ പറയുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവർ സന്തോഷിക്കട്ടെ എന്നാ പറഞ്ഞത്. റഹ്മത്ത് എന്നാണ് റസൂലുള്ളാഹിനെ പറഞ്ഞത്. റഹ്മത്ത് സന്തോഷിക്കാനുള്ളതാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് 6 കാര്യങ്ങളിൽ ഒന്നാമത്തെയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട 6 കാര്യങ്ങൾ. ആ 6 കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 6 കാര്യങ്ങൾ പരിശുദ്ധ പ്രമാണങ്ങളിൽ ഹബീബിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തിനെയും ഹബീബിനോടുള്ളതായ നമ്മുടെ ബാധ്യതകളെയും പരിശുദ്ധമായ പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തിന്റെ രീതികളെയും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണിത്. ഒരു മനുഷ്യനെ ആത്മീയമായി നിയന്ത്രിക്കാൻ ഈ 6 കാര്യങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഈ 6 കാര്യങ്ങളുടെ അത്ഭുതം. ഒന്നാമത്തെ കാര്യം ചർച്ച ചെയ്തു. ഒന്നാമത്തേത് റബീഉൽ അവ്വൽ വരുമ്പോ നബിയോടുള്ള സ്നേഹം കൊണ്ട് ആ റബീഇന്റെ വരവിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവണം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യുന്നു, നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഇന്ന് മുതൽക്ക് മുത്തുനബി വേണം. കാരണം റബീഅ വന്നിരിക്കുന്നത്. നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാൽ നമ്മൾ നന്നായി. അതായത് നാം ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും മുത്തുനബിയോട് ഇഷ്ടമുള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ ആയാൽ നാം നിലവാരമുള്ളതും സംസ്കാരമുള്ളതേ സംസാരിക്കൂ. ദുർഭാഷണങ്ങൾ നിയന്ത്രിക്കപ്പെടും. നമ്മുടെ നാവ് കൊണ്ട് കളവ് പറയില്ല, ഗീബത്ത് പറയൂല, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ വായിൽ വരൂല. അങ്ങനെ നമ്മൾ നന്നാവും. കാരണം എന്താ? നമ്മുടെ വാക്കിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും വരൂല. ആ ഒരു പ്രതിജ്ഞ നമുക്കുണ്ടാവണം. രണ്ടാമത്തെ കാര്യം, വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി വേണം. ഇനി നോക്കൂ, നമ്മുടെ ചിന്തയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വിചാരത്തിൽ ഉണ്ടെങ്കിൽ, നാം ആ പ്രവാചക സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെടാണ്. നമ്മുടെ ആലോചനയിൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും ഓർക്കുന്നതും മുഹമ്മദ് നബിയെ കുറിച്ചാണ്. അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം നമ്മുടെ ചിന്തയിൽ വന്ന് നമ്മെ നിയന്ത്രിക്കാണ്. നമ്മെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മുടെ പ്രവർത്തനത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തെയും അമലാക്കാൻ നമ്മൾ ശ്രമിക്കും. എന്റെ റസൂൽ ഇത്തരം സന്ദർഭങ്ങളിൽ എന്താ ചെയ്തത്? ഉദാഹരണം, ഒളു എടുക്കാൻ എന്റെ റസൂൽ എന്താ ചെയ്തത്? അല്ലെങ്കിൽ ഒരു സദസ്സിൽ കൂടാണ്, അവിടെ വർത്താനം പറയണം, എന്റെ റസൂൽ എങ്ങനെയാണ് വർത്താനം പറഞ്ഞത്? അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, എന്റെ റസൂൽ എങ്ങനെയാണ് പള്ളിയിൽ പോയത്? ഇങ്ങനെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നാൽ എല്ലാം നമ്മൾ അമലാക്കാൻ ശ്രമിക്കും. എന്റെ റസൂൽ എങ്ങനെയാ കുളിച്ചത്? എന്റെ റസൂൽ എങ്ങനെയാ വസ്ത്രം ധരിച്ചത്? നമ്മുടെ പ്രവർത്തനത്തിലേക്ക് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണം എന്നുള്ളതാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വാക്ക്, പ്രവൃത്തി, ചിന്ത മുത്തുനബി എന്ന സ്നേഹത്താൽ നിയന്ത്രിക്കപ്പെട്ട വ്യക്തിയോട് പിശാച് ഒരു കാരണവശാലും അടുക്കൂല എന്നുള്ളതാണ്. മാത്രവുമല്ല, അള്ളാഹുവിന്റെ അദാബുകളിൽ നിന്നും അനിഷ്ടകരമായ അപകടങ്ങളിൽ നിന്നും ഈ അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യൻ രക്ഷപ്പെടും. വാക്ക്, പ്രവൃത്തി, ചിന്തയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള ഒരാൾക്ക് ഒരു നിലക്കുള്ള ആപത്തുകളും വരൂല. കാരണം എന്താ? ആപത്ത് എന്ന് പറയുന്നത് ഒരു അദാബാണ്. അത് റഹ്മത്തിന്റെ വിപരീത. റഹ്മത്ത് കൂടെയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ആപത്തും ഉണ്ടാവൂല. റഹ്മത്തും ആപത്തും രണ്ടും രണ്ടാ. പകലും രാവും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ. റഹ്മത്ത് ഉള്ളോടത്ത് അദാബ് ഇല്ലാന്ന് തന്നെയാ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. അള്ളാഹുവിന്റെ ഹബീബെ, അങ്ങ് ഉള്ളിടത്തൊന്നും അങ്ങയെ കുറിച്ചുള്ള വിചാരമാവാം, അങ്ങ് പ്രവൃത്തി തലത്തിലാവാം, അങ്ങ് വാക്കുകളിലാവാം, അങ്ങ് ഉള്ളോടത്ത് ഒരിടത്തും അദാബ് ഉണ്ടാവൂല നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. ആ ജനതയെ അള്ളാഹു ശിക്ഷിക്കൂല, അദാബിലാക്കൂല, അങ്ങ് അവരിൽ ഉണ്ട് എങ്കിൽ. അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം, നമ്മുടെ കൂടെ അവിടുന്ന് വേണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മുടെ വാക്കിലുണ്ടാവണം, പ്രവൃത്തിയിലുണ്ടാവണം, ചിന്തയിലുണ്ടാവണം. അപ്പോ റബീഉൽ അവ്വൽ വരുമ്പോൾ നാം ഒരുക്കി വെക്കേണ്ട, അല്ലെങ്കിൽ നാം തയ്യാറാകേണ്ട 6 രംഗങ്ങളിൽ ഒന്ന് റബീഉ വരുന്നതിൽ സന്തോഷിക്കുക. രണ്ടാമത്തേത് വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാവാം. മൂന്നാമത്തേത് സ്വലാത്തിന്റെ അമർദ് നാം ഓരോരുത്തരും ആസ്വദിക്കുക. റബീഉൽ അവ്വൽ വന്നിട്ടും സ്വലാത്ത് ചൊല്ലുന്നില്ലെങ്കിൽ അത് വലിയ കഷ്ടം തന്നെയാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പരിധിയില്ലാത്തൊരു അമല. അത് ആസ്വാദനം കൂടിക്കൂടി അതിന്റെ മധുരം കിട്ടിയാൽ സ്വലാത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും.
മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബിയെ, ഞാൻ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാ. ഇനി ഉക്സിറു സ്വലാത്ത അലൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്ന ആള് നിലവിൽ കുറെ ചൊല്ലുന്ന ആളാണ്. അതുകൊണ്ട് ഫകമാ ജഅലു ലക മിൻ സ്വലാത്തി, ഞാൻ എത്ര സ്വലാത്ത് ചൊല്ലണമെന്ന് അങ്ങ് പറയൂ നബിയെ എന്ന് പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ശിഅത, എത്രയും ചൊല്ലാം, എത്രയും ചൊല്ലാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ നബിയെ, ഞാൻ നിലവിൽ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ മൊത്തം അമലുകൾക്കും വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന സമയത്തിന്റെ 1/4 സ്വലാത്തിന് ഞാൻ കണ്ടെത്താണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാ, നല്ല കാര്യം, പക്ഷേ നിലവിൽ ചെയ്യുന്ന അമലുകളുടെ ടോട്ടൽ ടൈം, ആ ടൈം എത്രയോ അതിന്റെ 1/4 ടൈം സ്വലാത്തിന് വേണ്ടി വേറെ കണ്ടെത്തുമ്പോ അത് ഖൈറാണ്, പക്ഷേ നിനക്ക് വേണമെങ്കിൽ അതിലും കൂട്ടാം. അപ്പൊ സ്വഹാബി പറഞ്ഞു, ഞാൻ ചെയ്യുന്ന അമലിന്റെ ഏകദേശം 2/3 സ്വലാത്താക്കാൻ ഞാൻ തീരുമാനിച്ചു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പകുതിയാക്കാൻ തീരുമാനിച്ചു, ഞാൻ മുഴുവനുമാക്കാമെന്ന് തീരുമാനിച്ചു. എത്ര കണ്ട് ചെയ്യുന്നു അത്രയും ചെയ്യാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ സ്വലാത്തിന്റെ അമൃത ആസ്വദിക്കുക എന്നതാണ് നമുക്ക് 3ാമത് ചർച്ച ചെയ്യാനുള്ള കാര്യം. അല്ലാഹു തആല സ്വലാത്തുകൾ ധാരാളം ചൊല്ലാനും സ്വലാത്തുകളിലേക്ക് ചേരാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവും അവന്റെ മലക്കുകളും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് ആസ്വാദനത്തിന്റെ വഴിയിലേക്ക് വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതുപോലെ വിളിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു അമല് നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് സ്വലാത്ത്. സ്വലാത്തിന്റെ പുണ്യത്തിൽ ചേരാൻ റബീഉ നമുക്ക് കാരണമാവണം. 3ാമത് നമ്മൾ ചർച്ച ചെയ്തു, സ്വലാത്തിന്റെ അമൃത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ മധുരം കിട്ടിയവന്, സ്വലാത്ത് അമൃതായവന്, സ്വലാത്ത് ജീവന്റെ ജീവനായവന്, സ്വലാത്ത് ചെല്ലാതെ അവന് ഇരിക്കാനേ പറ്റൂല, സ്വലാത്തില്ലാതെ പറ്റൂല എന്ന അവസ്ഥയിലേക്ക് എത്തി. എനിക്ക് സ്വലാത്ത് ചെല്ലിയില്ലേ ഉറങ്ങാൻ പറ്റൂല, ആ അവസ്ഥയിലേക്ക് എത്തിയ ആൾക്ക് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അത് മായ്ക്കപ്പെടും, എത്ര വലിയ പാപമുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടും. എന്റെ വക പറഞ്ഞതല്ല, ഇമാം തുർമുദിയുടെ ജാമിഇലാണ് ആ ഹദീസ് ഉള്ളത്. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റബീഉ വരുമ്പോ നമുക്ക് സ്വർഗം നേടാൻ, നമ്മുടെ പരലോക രക്ഷയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായ ജീവിതത്തിന് ഒരു പുതുക്കം വരുത്താൻ 6 കാര്യങ്ങളുണ്ട്. അതിൽ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1ാമത്തേത് റബീഇന്റെ വരവിൽ നമ്മൾ സന്തോഷിക്കണം. 2ാമത്തേത് വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണം. 3ാമത്തേത് സ്വലാത്തിന്റെ അമൃത് നാം ആസ്വദിക്കണം. 4ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നു, എന്തൊക്കെ സുന്നത്തുകളുണ്ടോ അത് മുഴുവനും അന്വേഷിച്ച് തേടിപ്പിടിക്കണം. ഉദാഹരണം, ചെരുപ്പ് ധരിക്കാണ്. എങ്ങനെയാ ഇപ്പൊ ചെരുപ്പ് ധരിക്കുമ്പോഴുള്ള സുന്നത്തുകൾ അന്വേഷിക്കണം? ഉസ്താദിനോട് ചോദിക്കണം, ഉസ്താദ് എന്തുട്ടപ്പോ ചെരുപ്പ് ധരിക്കുമ്പോൾ എന്തൊക്കെ സുന്നത്തുകളുണ്ട്, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുമ്പോൾ എന്തൊക്കെ സുന്നത്തുകളുണ്ട്, എന്തൊക്കെ ഓതാനുണ്ട്, അത് അന്വേഷിച്ച് മാക്സിമം സുന്നത്തുകളെ കളക്ട് ചെയ്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ ഓർമ്മ വരുന്നത്, അവിടുത്തെ മുന്നിൽ ഒരു സുന്നത്തും ഒഴിവാക്കപ്പെടുന്നില്ല. എല്ലാ സുന്നത്തുകളും അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ, അവിടുത്തെ ഖബർ അള്ളാഹു വിശാലാക്കി കൊടുക്കട്ടെ. സുന്നത്തുകൾ നമ്മുടെ മഹാന്മാരായ പല സൂഫിയാക്കൾ സുന്നത്തുകൾ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരും. എന്തൊക്കെ സുന്നത്തുകളുണ്ടോ, അല്ലെങ്കിലും അങ്ങനെയല്ലേ പറഞ്ഞത്. ആരെങ്കിലും എന്റെ സമൂഹത്തിൽ ഫസാദിയത്തിന്റെ കാലം വരുമ്പോ ആരെങ്കിലും ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ കൂലിയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തുകൾ ചെയ്യാൻ ഒരു കൊതി ആദ്യം മനസ്സിലുണ്ടാവണം. നമ്മൾ നിസ്കരിക്ക, തലമറച്ചിട്ട് നിസ്കരിക്കൂല, ആണുങ്ങളുടെ കാര്യം പറഞ്ഞത്. അല്ലെങ്കിൽ അതുപോലെയുള്ള സുന്നത്തുകൾ ഒതുവെടുക്കുക, സുന്നത്ത് ചെയ്യാൻ ഒരു കൊതി ഉണ്ടാവാം നമ്മുടെ മനസ്സിൽ. കൊതിച്ച് ചെയ്യണം, കൊതിയോടുകൂടി ചെയ്യണം. അതുപോലെ സുന്നത്ത് ചെയ്യുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവണം. സുന്നത്ത് ചെയ്തതിന്റെ പേരിൽ ഒരു തൃപ്തി ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് റസൂലുള്ളാഹിയിലേക്ക് പെട്ടെന്ന് അടുക്കാൻ പറ്റും. ഹബീബിലേക്ക് അടുത്താൽ അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയും. മയ്യുത്തുഇ റസൂല ഫഖദ് അതാ അല്ലാഹ് എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. റസൂലിനെ അനുസരിച്ചവൻ എന്ന പദവി കിട്ടൂ. റസൂലിനെ അനുസരിച്ചവർക്കാണ് അള്ളാഹിനെ അനുസരിച്ചു എന്ന ആ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അനസ് തങ്ങൾ വളരെ ചെറിയ കുട്ടിയാണ്,
സുദീർഘമായ ഒരു ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നതിന്റെ ഒരു ഭാഗം ഞാൻ പറയാം. യാ ബുനയ്യ, ഓ കൊച്ചുമോനെ, വമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തുകൾക്ക് ജീവൻ കൊടുത്ത ഒരാൾ അതിനെ നിലനിർത്തി കൊണ്ടുപോന്നാൽ അവൻ തീർച്ചയായും എന്നെ സ്നേഹിക്കുന്നവനാ. എന്നെ ആര് സ്നേഹിക്കുന്നുവോ കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഇമാം തുർമുദിയുടെ ജാമിഇലെ ഹദീസ് കാണാം. അപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് റബീഉ വന്നാൽ, നമ്മുടെ ഈ വയസ്സിലെ റബീഉൽ നമുക്ക് ചെയ്യാൻ പറ്റിയ 6 കാര്യങ്ങളിൽ 4-മത്തേത് എന്തൊക്കെ സുന്നത്തുണ്ട്, എന്റെ റസൂലിന്റെ സുന്നത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഴുവനും തേടിപ്പിടിച്ച് എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരും. സുന്നത്തുകളെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 5-മത്തേത്, ഇത് മൗലിദ് മാസമാണ്. ഹബീബിന്റെ മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യുന്ന മാസമാണ്. പരിശുദ്ധമായ മൗലിദിന്റെ നേട്ടങ്ങൾ, അവിടുത്തെ മദ്ഹ് ചെയ്താലുള്ള നേട്ടങ്ങൾ ധാരാളമുണ്ട്. അത് ഇല്ലാന്ന് പറഞ്ഞ് തർക്കിക്കുന്നിടത്തേക്ക് മുഖം കൊടുക്കേണ്ടതില്ല. അതിന് നേട്ടങ്ങൾ ഒരുപാടുണ്ട്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനിയും ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ കരുണയുണ്ട് എങ്കിൽ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റബീഉമായി ബന്ധപ്പെട്ട്, മൗലിദ് പാരായണത്തിന്റെ അടിസ്ഥാനവുമായൊക്കെ ബന്ധപ്പെട്ട്, അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടെങ്കിൽ എങ്ങനെ, അത് സംബന്ധമായ ഒരു കൃത്യമായ പഠനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും 5-മത്തെ കാര്യം, മൗലിദ് മാസാണല്ലോ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. മൗലിദ് കൊണ്ടുള്ള നേട്ടം കരസ്ഥമാക്കാൻ പരമാവധി ശ്രമിക്കണം. മൗലിദിൽ നിന്നും ഒരൊറ്റ രാവും പകലും ഒഴിവാവരുത്. പരമാവധി മൗലിദുകൾ ഉപയോഗപ്പെടുത്തണം. മഹാനായ സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇആനത്തിൽ മൗലിദിനെ കുറിച്ച് ഇങ്ങനെ ധാരാളം പറയുന്നിടത്ത് മറ്റു പല ഇമാമിങ്ങളും പറയുന്നുണ്ട്. മഹാനായ ഇമാം അശ്ശൈഖ് യാഫിഉൽ യമനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഉദ്ധരണി പറയുന്നത് കാണാം. മൻ ജമഅ ലി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്വാനൻ, ആരെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദിന് വേണ്ടിയിട്ട് ആളുകളെ കൂട്ടി, കുടുംബത്തിലുള്ളവരെ ആവാം, സഹോദരങ്ങളെ ആവാം, സുഹൃത്തുക്കളെ ആവാം, ആളുകളെ കൂട്ടി മൗലിദിന് വേണ്ടി ഒരാൾ തയ്യാറായി. മൗലിദ് കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കാനും ഒരു തയ്യാറെടുപ്പ് നടത്തി, ഭക്ഷണം കൊടുക്കാനും തീരുമാനിച്ചു. മൗലിദ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നല്ല വൃത്തിയാക്കി അതിനു വേണ്ടി തെരഞ്ഞെടുത്ത ആ ഭാഗം അതിനുള്ളൊരു വേദിയാക്കി. അമില ഇഹ്സാനൻ, ധാരാളം നന്മകൾ ഈ മൗലിദ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്യുകയും ചെയ്താൽ, മൗലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ മൗലിദ് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരുക്കങ്ങൾ ഒരാൾ നടത്തി കഴിഞ്ഞാൽ, മഹാനായ ഇമാം യാഫിഉ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇങ്ങനെ മൗലിദിന് വേണ്ടി ഒരു തയ്യാറെടുപ്പ് തന്റെ കുടുംബത്തിലാവാം, അല്ലെങ്കിൽ പള്ളിയിലാവാം, ഒരു സ്ഥലത്ത് ഒരു മൗലിദിനുള്ള വേദി ഒരുക്കി ആളെ ക്ഷണിച്ച് ഭക്ഷണം കൊടുത്ത് മൗലിദ് നടത്തുന്ന ആൾക്ക് കിട്ടുന്ന നേട്ടം, അയാൾ ഖിയാമത്ത് നാളിൽ മഅസ്സുദ്ദീഖീന വസ്സുഹദാഇ വസ്വാലിഹീൻ, അവൻ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും ഷഹീദന്മാരുടെ പദവിയിലും സിദ്ദീഖീങ്ങളുടെ പദവിയിലും സ്വാലിഹീങ്ങളുടെ കൂടെയൊക്കെ ആയിരിക്കും അവൻ നാളെ പരലോകത്തേക്ക് വരാം. മാത്രമല്ല വയകൂനു ഫീ ജന്നാത്തിൻ നഈം, അവസാനം ഈ മൗലിദിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിയ ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം എന്ന പരിഗണനയിൽ ജന്നാത്തുൻ നഈം എന്ന സ്വർഗ്ഗത്തിൽ എത്തുമെന്ന് മഹാനായ ഇമാം യാഫിഉ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി സയ്യിദുൽ ബക്കരിയുടെ ഇആനത്തിൽ നമുക്ക് കാണാം. പിന്നെയും കാണാം ഇമാം സയ്യിദുൽ ബക്കരി തന്നെ പറയുന്നുണ്ട്, മൻ ഖസദ മൗളിഅൻ യുഖറഉ ഫീഹി മൗലിദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഖസദ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ തോട്ടം ഈ ഭൂമിയിൽ കാണാൻ കഴിയും. എവിടെയാണത്? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതപ്പെടുന്ന സദസ്സ്. മൗലിദ് ഓതപ്പെടുന്ന സദസ്സിനെ ആഗ്രഹിച്ചും ശ്രദ്ധിച്ചും അതിനു വേണ്ടി ഒരാൾ കരുതി ഇറങ്ങി, അവൻ അങ്ങനൊരു സദസ്സ് കണ്ടെത്തി അവിടെ പോയി ഇരുന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഫഖദ് ഖസദ റൗളത്തൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ ഒരു തോട്ടത്തിലാണ് അവൻ കരുതി എത്തിയിരിക്കുന്നത്. അതായത് ആ മൗലിദിന്റെ സദസ്സ് ഒരു സ്വർഗത്തിന്റെ തോട്ടമാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ലിഅന്നഹു മാ ഖസദ ദാലിക്കൽ മൗളിഅ ഇല്ലാ ലിമഹബ്ബത്തി റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അവൻ അങ്ങനെ ഒരു സദസ്സിനെ തേടി കണ്ടുപിടിച്ച് അവിടെ ഉപവിഷ്ടരായത്. അതുകൊണ്ട് അവൻ സ്വർഗത്തിലാണ് എന്ന്, അതായത് സ്വർഗത്തിന്റെ തോട്ടത്തിലാണ് എന്ന് ആ മൗലിദിന്റെ സദസ്സിനെ പ്രകീർത്തിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. മഹാന്മാരായ ഫുഖഹ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ആയത്തിൽ നമുക്ക് കാണാം. അപ്പോ നാം ഇപ്പോൾ റബീഇന്റെ വരവിൽ ചർച്ച ചെയ്യുന്ന, തയ്യാറാവേണ്ട
6 കാര്യങ്ങളിൽ 5 പറഞ്ഞു. ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത് റബീഉൽ അവ്വൽ മാസം വരുന്നതിന്റെ പേരിൽ നമ്മുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവണം. രണ്ടാമത്തേത് നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുത്തുനബി വേണം. മൂന്നാമത്തേത് സ്വലാത്തിന്റെ അമൃത് നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. സ്വലാത്ത് ഒരു ലഹരിയായി മാറണം. അങ്ങനെ സ്വലാത്തിലേക്ക് നമുക്ക് ചേരണം. നാലാമത്തേത് എന്തൊക്കെ സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളെ മൊത്തം കളക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അഞ്ചാമത്തേത് മൗലിദ് മാസമായതുകൊണ്ട് മൗലിദ് കൊണ്ട് ഉണ്ടാവുന്ന നേട്ടങ്ങളൊക്കെ നേടാൻ നമ്മൾ ശ്രമിക്കണം. ആറാമത്തേത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തണം. അങ്ങനെ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് ഷഫാഅത്ത് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഉദാഹരണം പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കാര്യമാണ് വാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ആ മുഹമ്മദ് റസൂലുള്ളാഹി വരണം. അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക. ഒരു ഉദാഹരണമാണ് വാങ്ക് വിളി. വാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. എന്നിട്ട് വാങ്ക് വിളി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദുആ ഉണ്ട്. അത് അറിയില്ലാത്തവര് അത് പഠിക്കണം. വാങ്കിന് ശേഷമുള്ള ദുആ അറിയാവുന്നവര് അതിലെ ലഫ്ളുകളൊന്ന് ശ്രദ്ധിക്കണം. ആത്തി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത റഫീഅത വബഅസുഹു മഖാമ മഹ്മൂദൻ അല്ലദീ വഅദ്തഹു വർസുഖനാ ശഫാഅത്തുഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. വാങ്കിന് ശേഷമുള്ള ദുആ റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടുള്ള ദുആ. അല്ലാഹുമ്മ ആതിഹിൽ വസീലത വൽ ഫളീലത. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കാൻ വെച്ചിരിക്കുന്ന 2 പദവിയാണ് വസീലത്ത് ഫളീലത്ത് പദവി. പിന്നെ ദറജത്ത് റഫീഅയും വേറെയുണ്ട്. അത് നമ്മൾ ദ്വാരന്നില്ലെങ്കിൽ അള്ളാഹ് കൊടുക്കും. എന്നാലും നബിക്കത് കൊടുക്കണമെന്ന് നമ്മൾ ദ്വാരക്ക എന്നത് ഒരു നബി സ്നേഹാണ്. ആ നബി സ്നേഹ പ്രകടനത്തിലൂടെ നമുക്ക് കിട്ടുന്നത് ഹല്ലത്ത് അലൈഹി ശഫാഅത്തി, എന്റെ ശഫാഅത്ത്. ഈ ദുആ പതിവാക്കുന്ന ആൾക്ക് എപ്പോ പതിവാക്കണം? വാങ്ക് വിളിക്കണ കേട്ട് കഴിഞ്ഞാൽ വാങ്കില് സംസാരിക്കാതെ വാങ്കിന് ശേഷം ഈ ദുആ പതിവായി ചെയ്തു പോരുന്ന ആൾക്ക് ഹല്ലത്ത് അലൈഹി ശഫാഅത്തി, എനിക്ക് വസീലത്ത് ഫളീലത്ത് പദവി അവൻ തേടിയതല്ലേ, അവനിൽ എന്റെ ശഫാഅത്ത് ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്താം. അവിടത്തോടുള്ള ഇഷ്ടമാണത്. അവിടത്തോടുള്ള സ്വലാത്ത് നമ്മുടെ അഡ്രസ്സിൽ തന്നെ അവിടെ എത്തും. ഒരു മലക്കിനെ അള്ളാഹു വെച്ചിരിക്കുക. ഇന്ന മലക്കൻ മുവക്കലും ബിമൻ സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുബല്ലിഗ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫുലാനൻ മിൻ ഉമ്മത്തിക സല്ലല്ലാഹു അലൈക. ഇബ്നു അബി ശൈബ തങ്ങളുടെ മുസന്നഫിൽ കാണാം ഹദീസ്. ഒരു മലക്കിനെ റൗളയുടെ മുന്നിൽ നിർത്തിയിരിക്കുക. ആരൊക്കെ സ്വലാത്ത് ചൊല്ലുന്നു ആ സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൃത്യമായ മേൽവിലാസത്തോടു കൂടെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മലക്ക് നമ്മുടെ അഡ്രസ്സ് സഹിതാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് കാണിച്ചു കൊടുത്ത് നമ്മെ പരിചയപ്പെടുത്താം. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തി നേടാൻ നമ്മെ തിരിച്ചറിയാൻ സ്വലാത്ത് അല്ലാതെ മാർഗമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലൈഹി സ്വലാ. എല്ലാരും ആരും ആരെയും കാണാതെയും അറിയാതെയും പോവാൻ ശ്രമിക്കുന്ന മഹ്ശറയില് ഞാൻ ഏറ്റവും കൂടുതൽ അറിയുകയും കാണുകയും ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുകയും ചെയ്യുന്നത് ഞാൻ ആർക്ക് വേണ്ടി നിലകൊള്ളൂ എന്ന് അറിയോ? എന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കായിരിക്കുമെന്ന് ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ ഈ ആയുസ്സിൽ വന്നിരിക്കുന്ന ഈ റബീഉൽ അവ്വൽ എന്ന് പറയുന്ന അനർഘ സൗഭാഗ്യത്തെ ജീവിതത്തോട് ചേർത്ത് പിടിക്കാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഭവമായി ഈ 6 കാര്യങ്ങളെ കൊണ്ട് നടക്കാൻ അള്ളാഹു നമ്മെ തുണയ്ക്കട്ടെ. മറക്കണ്ട, റബീഇന്റെ നിലാവ് ഉദിച്ചു എന്ന് മാസപ്പിറവിയെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവട്ടെ. നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അതാ. പിന്നെ നമ്മുടെ വാക്ക്, പ്രവൃത്തി, ചിന്തയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടമുള്ള ഒരാൾ എങ്ങനെയാണോ അങ്ങനെ ആവണം. രണ്ടാമത്തെ കാര്യം അതായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ പരമാവധി സ്വലാത്തുകൾ ചൊല്ലാം. എത്ര സ്വലാത്തുകളോ അത്രയും ചൊല്ലിക്ക. കുടുംബത്തിലൊക്കെ എല്ലാവരും കൂട്ടിയിട്ട് സ്വലാത്തിന്റെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടാക്കുക. എന്റെ കുടുംബത്തിൽ നിന്ന് ഈ റബീഉൽ അവ്വലിന് 1,00,000 സ്വലാത്ത്, ഞാൻ ഒറ്റയ്ക്ക് 1,00,000, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ഒരു സ്വലാത്തിന്റെ, അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ, കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അതിലൊക്കെ സ്വലാത്തിന് വേണ്ടിയിട്ട് റബീഉൽ അങ്ങോട്ട് കരുതി ഇറങ്ങാം. അവസാനത്തെ ദിവസം ഏതെങ്കിലും ഒരു ഉസ്താദിനെ വിളിച്ച് ദ്വാരന്ന് ഒരു ചെറിയ സന്തോഷമൊക്കെ എല്ലാവരും കാണിക്കുക. അങ്ങനെ നമ്മൾ മൂന്നാമത് സ്വലാത്തിന്റെ അമൃത് ആസ്വദിക്കണമെന്നാ പറഞ്ഞത്. നാലാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ എന്തൊക്കെയുണ്ടെന്ന് അന്വേഷിക്കുക.
തലമുടി ചീകുമ്പോ, പല്ല് തേക്കുമ്പോ എന്തൊക്കെ സുന്നത്തുകൾ അതിൽ ശ്രദ്ധിക്കാണ്ട് ഒന്ന് എഴുതിയെടുത്ത് പഠിക്കുക. എന്നിട്ട് അതൊക്കെ പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് 4ാമത് പറഞ്ഞത്. 5ാമത് മൗലിദ് മാസാണല്ലോ, അതുകൊണ്ട് മൗലിദിന് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാം അറിഞ്ഞ് അത് നേടാൻ പരമാവധി ശ്രമിക്കുക. മൗലിദിന്റെ സദസ്സുകളൊന്നും പാഴാക്കരുത്. 6ാമത് പറഞ്ഞത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൃപ്തിപ്പെടുത്തുക. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് നബിയെ തൃപ്തിപ്പെടുത്താൻ പറ്റൂ അതൊക്കെ ചെയ്ത് അവിടുത്തെ തൃപ്തിപ്പെടുത്തി ഒരു സത്യവിശ്വാസിക്ക് ചെയ്യാൻ പറ്റുന്ന ഈ 6 കാര്യങ്ങൾ ചെയ്ത് റബീഇന്റെ വരവോടുകൂടെ സ്വർഗം കരസ്ഥമാക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തിലേക്ക് ഇറങ്ങാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ.